പ്രഗ്നൻസി സമയത്ത് ജിമ്മിൽ പോകാനായിട്ട് പോവാം. പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ജിമ്മിൽ പൊക്കോളാൻ പറയാറുണ്ട്. അപ്പർ ബോഡി എക്സസൈസ് ദേ ക്യാൻ ഡു. ഇപ്പം നമ്മൾ ഈ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യാം. പക്ഷേ ഓൾറെഡി ഒന്നും ചെയ്യാത്ത ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകുമ്പോൾ ജിമ്മിൽ പോയിട്ട് ചെയ്യുക അങ്ങനെ അത്ര അഡ്വൈസബിൾ അല്ല. ഓൾറെഡി ഇഫ് യു ആർ ഡൂയിങ് ജിം വർക്കൗട്ട് യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്, പ്രൊവൈഡഡ് നമ്മൾ ഭയങ്കര വയറിന് പ്രഷർ വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അങ്ങനത്തെ അവോയ്ഡ് ചെയ്താൽ മതിയായിരിക്കും. ജനറൽ കാർഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ചെയ്യുന്നത് എത്രയും നല്ലതാണെന്നുള്ളതാണ്. ഒരു 30 to 35 minutes ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് വെരി ഗുഡ്, പ്രൊവൈഡഡ് വേറെ കോംപ്ലിക്കേറ്റഡ് കേസ് അല്ലെങ്കിൽ. ഇപ്പോൾ ചില വളരെ ചുരുക്കം കേസുകളാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ കോംപ്ലിക്കേഷൻ ആണെന്ന രീതിയിൽ consider കാര്യമില്ലല്ലോ. അതെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ആക്ച്വലി പ്രഗ്നൻസി ഭയങ്കര ആഘോഷമാക്കും പലരും. അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഫുൾ ടൈം കിടക്കുക, TV കാണുക, അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. മാക്സിമം മലയാളികളും നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. വീട്ടുകാരും അതെ, അവരെ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കട്ടെ, സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്, സന്തോഷിക്കാം. പക്ഷെ അതിന്റെ കൂടെ കുറെ ഹെൽത്ത് ഇഷ്യൂസും ഇവർക്ക് ഈ പറഞ്ഞ മാതിരി പോസ്റ്റ് ഡെലിവറി വെയിറ്റ് കുറയണില്ല, ഒരുപാട് എന്താ പറയാ, അത് കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷനിലോട്ട് വന്നിട്ടാണ് കൂടുതൽ ആൾക്കാർ വരാറുള്ളത്. ഞാൻ കണ്ടിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലുള്ള മിക്ക ലേഡീസിന്റെയും പ്രോബ്ലം അവരുടെ ഫിസിക്കൽ പ്രോബ്ലംസ് ആണ്. അതാണ് വെയിറ്റ് കൂടി, അത് കുറയ്ക്കാൻ പറ്റുന്നില്ല, ബോഡി ഷെയ്മിങ്, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ് അവരെ കൂടുതൽ ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്നത്.